പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഇനി. കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനിച്ച, ഞങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ പലരും പല കണക്കുകൂട്ടലുകളും നടത്തി, ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇല്ല അല്ല കേട്ടോ, ഈ ഇലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ, നിങ്ങളോട് സംസാരിച്ചതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്തു നോക്ക്. ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. ഇപ്പോഴെങ്കിലും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കണേ. തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കൂട്ടൽ തെറ്റില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. അല്പസ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ്. ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, UDFിനോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികളും പുകമറകളും വിവാദങ്ങളും ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. 14 വർഷം ഇവിടെ MLA ആയ ഷാഫി പറമ്പലിൻ്റെ ബന്ധമാണ്. ഞാൻ ഇവിടെ 6 വർഷമായിട്ടുള്ളൂ MP ആയിട്ടെങ്കിലും, 6 വർഷം ആയിട്ടില്ല, 5.5 ആയിട്ടുള്ളൂ. ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ജയ്ഹോ പദയാത്ര. അതുമാത്രമല്ല, രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാണ്. ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും. പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത്. ഞങ്ങളൊരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഒരു സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല. ഞങ്ങൾ എന്തെല്ലാം കേട്ടു, ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു, ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഞങ്ങൾ മറുപടി പറഞ്ഞു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായ നന്ദി. ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായ നന്ദി ഞങ്ങളെ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തുക. ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് വിഹിതം നിങ്ങൾക്ക് BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അത് ഈ സന്ദീപ് വാര്യർ പോകുന്നതുകൊണ്ട് മാത്രമാണോ? ഒരിക്കലും അല്ല, അതും ഒരു ഘടകം തന്നെയാണ്. പക്ഷേ പാലക്കാട്ടെ BJPയുടെ മുഖം എന്താണ്? ഇവിടെ വേറെ സ്ഥാനാർത്ഥികളും മത്സരിക്കാനില്ലേ? എന്നും ഒരു സ്ഥാനാർത്ഥിയാണ്. നഗരസഭയിലൊരു സ്ഥാനാർത്ഥി, നിയമസഭയിലൊരു സ്ഥാനാർത്ഥി, പാർലമെൻറ്റിലൊരു സ്ഥാനാർത്ഥി. ജനങ്ങൾ കണ്ടു മടുത്തില്ലേ? അതുമാത്രമല്ല, അതിൻ്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാണ്? ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഈ 11 മണിക്ക് എന്നെ ചാനലിന് ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേട്ടൻ എവിടെയുണ്ട്? അത് രാഹുൽ 3-ാമത്തെ. ഞാനപ്പോൾ പറഞ്ഞു ഉള്ളി തോല് പൊളിച്ചതുപോലെയാവെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ആയില്ലേ? അപ്പോൾ അതാണ്, ഞങ്ങൾ ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. അവർ മാഫിയകളായിട്ട് ബന്ധമുള്ളവരാണ്. അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ല. ഈ നഗരസഭ 9 വർഷമായിട്ട് ഭരിക്കുന്നു. ഇവിടെ ജീവിക്കുന്നവർക്കറിയാം എത്ര പ്രയാസം, റോഡുകളുടെ കാര്യം, എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിൻ്റെ കാര്യം, എത്ര ഫണ്ട് കിട്ടി, അതെല്ലാം വെട്ടിപ്പടത്തി പൂർത്തിയാകാത്ത വികസനങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുക. പിന്നെയാണ് വികസനത്തിൻ്റെ പൂക്കാലം എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി ഒന്ന് പ്രസംഗിച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ പാലക്കാട്ടെ ജനങ്ങൾ. അത് തിരിച്ചറിഞ്ഞു. BJPക്ക് ഇതുപോലെ കണക്കിന് പ്രഹരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ പൂരം കലക്കിയതിന് പാലക്കാട്ട് വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത്.